യുഎഇയിൽ പൊതുമാപ്പ് കാലാവധി ഇന്ന് അവസാനിക്കും. രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവർക്ക് പിഴയോ ശിക്ഷാ നടപടികളോ ഇല്ലാതെ താമസരേഖകൾ ശരിയാക്കാനും രാജ്യം വിടാനുമുള്ള അവസരമാണ് പൊതുമാപ്പിലൂടെ ലഭിച്ചത്. ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം ദുബായ് എമിറേറ്റിൽ മാത്രം ഇതിനകം 2,36,000 പേർ പൊതുമാപ്പിന്റെ അവസരം പ്രയോജനപ്പെടുത്തിയതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മർറി പറഞ്ഞു. ഇതിൽ നിരവധി പേർ റെസിഡന്റ് സ്റ്റാറ്റസ് ഭേദഗതി ചെയ്യുകയും 55,000-ലധികം ആളുകൾ രാജ്യം വിടുകയും ബാക്കിയുള്ളവർ അവരുടെ സ്വദേശത്തേക്ക് മടങ്ങാനുള്ള ശ്രമത്തിലുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പൊതുമാപ്പ് സംരംഭം വിജയകരമായിരുന്നുവെന്നും പദ്ധതി വിജയിപ്പിച്ചതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മർറി പറഞ്ഞു. ദുബൈയിൽ ഇതുവരെ 55,200 പേർക്കാണ് എക്സിറ്റ് പെർമിറ്റ് പാസുകൾ നൽകിയിട്ടുള്ളത്. എന്നാൽ ഔട്ട് പാസ് ലഭിച്ച നിരവധി ആളുകൾ ഇനിയും രാജ്യം വിടാനുണ്ട്. ടിക്കറ്റുകളുടെ ലഭ്യതക്കുറവും ഉയർന്ന ടിക്കറ്റ് നിരക്കുമാണ് രാജ്യം വിടാൻ ഒരുങ്ങുന്നവരുടെ പ്രധാന വെല്ലുവിളി. ദുബായ് GDRF നിരവധി പേർക്ക് യാത്രയ്ക്കുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ലഫ്റ്റനന്റ് ജനറൽ കൂട്ടിച്ചേർത്തു. 2024 സെപ്റ്റംബർ 1 പൊതുമാപ്പ് ആരംഭിച്ചത്. ഒക്ടോബർ 31 അവസാനിക്കേണ്ട പദ്ധതി വീണ്ടും 2 മാസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. നിയമലംഘകർക്ക് അവരുടെ സ്റ്റാറ്റസ് ശരിയാക്കാൻ നൽകിയ ഈ അവസരം മുൻകാല സംരംഭങ്ങളെ അപേക്ഷിച്ച് വലിയ വിജയമായിരുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇനിയുള്ള ദിവസങ്ങളിൽ നിയമലംഘകരെ അവരുടെ സ്ഥലങ്ങളിൽ നേരിട്ടെത്തിയുള്ള പരിശോധനാ ക്യാമ്പയിനുകൾ ശക്തമാക്കുമെന്നും പിടിക്കപ്പെടുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിഴകൾ ഒഴിവാക്കി ഗ്രേസ് പീരീഡ് നീട്ടുന്നതിനും രാജ്യത്തേക്ക് നിയമപരമായി തിരികെ വരാനുള്ള മികച്ച അവസരമാണ് പൊതുമാപ്പിലൂടെ നൽകിയതെന്നും അൽ മർറി ഓർമ്മപ്പെടുത്തി.